ഹായ് ഹലോ, നമ്മളങ്ങനെ കഴിഞ്ഞ വീഡിയോ കണ്ട പോലെ മൂന്നാറിൽ തേരാപ്പാര കറങ്ങി നടന്ന് ലക്ഷ്യമില്ലാത്ത യാത്രയ്ക്ക് ഒരു ലക്ഷ്യമൊക്കെ ഉണ്ടാക്കി. വൈകുന്നേരം ആയപ്പോഴത്തേക്കും സൂര്യനെല്ലിയിൽ വന്ന ഒരു തേയിലത്തോട്ടത്തിൻ്റെ നടുവിൽ ഒരു വുഡ് ഹൗസിൽ അടിപൊളി സ്റ്റേ ഒക്കെ എടുത്ത് ഇപ്പോൾ തന്നെ വെളുപ്പിന് 5:30 ആയപ്പോഴത്തേക്കും കൊളുക്കുമലയുടെ മുകളിൽ സൂര്യനെ കാണാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക. നമ്മൾ ഏകദേശം 5:30 ആയപ്പോഴത്തേക്കും മലയുടെ മുകളിലെത്തി ഏറ്റവും നല്ല സീറ്റ് പിടിച്ചു. അതായത് നമ്മുടെ ഡ്രൈവർ എണ്ണം പറഞ്ഞായിരുന്നു ഏറ്റവും ആദ്യം മലയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല സ്ഥലത്ത് നിന്ന് സൂര്യനെ കാണാമെന്ന്. പണ്ട് സീറ്റ് നമ്പർ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് നമ്മൾ തിയേറ്ററിൽ സിനിമയ്ക്ക് പോകുമ്പോൾ ഏറ്റവും നല്ല സീറ്റ് കിട്ടാൻ വേണ്ടി ഇടിച്ചു കുത്തി കയറത്തില്ലേ, ഏതാണ്ട് അതുപോലെ നമ്മുടെ ഡ്രൈവർ അണ്ണൻ ഏറ്റവും ആദ്യം നമ്മളെ ഈ മലമുകളിൽ കൊണ്ടുവന്നു. എന്നിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്ഥലവും കാണിച്ചു തന്നു. പക്ഷേ സൂര്യനെ നമുക്ക് ഇവിടെ എവിടെ നിന്നാലും കാണാം കേട്ടോ. പക്ഷേ ഇവിടെ നിന്നാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്താണ് പുലിപ്പാറ. നമ്മൾ സൂര്യോദയം കണ്ട് വലിയ തിരക്കാകുന്നതിന് മുമ്പ് തന്നെ പുലിപ്പാറയും പോയി കാണാൻ പറ്റും. ഇരുട്ടൊക്കെ പോയി നല്ല വെളിച്ചമൊക്കെ ആയെങ്കിലും സൂര്യനെ ഇതുവരെയും കാണാൻ പറ്റിയില്ല. വീക്ക് ഡേയ്സ് ആയിട്ട് പോലും അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. രാവിലെ നമ്മൾ ഇവിടെ ഏറ്റവും ആദ്യം വരുന്നെങ്കിൽ അല്ലെങ്കിൽ നല്ല ഇരുട്ടത്താണ് വരുന്നെങ്കിൽ ഒരു കാര്യം നല്ലപോലെ സൂക്ഷിക്കണം കേട്ടോ. നമ്മൾ ജീപ്പിൽ നിന്ന് ഇറങ്ങി നമുക്ക് ഏകദേശം ഒരു 100 മീറ്ററേ കൊളുക്കുമലയിലോട്ട് നടക്കാനുള്ളൂ. നമ്മൾ ഈ മലയുടെ മുകളിൽ കൂടി ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു എൻഡെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇത് കാണുന്ന പോലെ റൈറ്റ് സൈഡ് കൂടെ താഴ്ത്തു പോവാം, പക്ഷേ ലെഫ്റ്റ് സൈഡ് അവിടെ തീരും, അവിടെ ഇങ്ങനെ പുല്ല് നിൽക്കുക. നമ്മളിങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും നമുക്ക് ഈ പുല്ലും കഴിഞ്ഞിട്ട് ഇങ്ങനെ മുമ്പോട്ടുണ്ടെന്നേ നമ്മൾ രാത്രിയിൽ കരുതത്തു. മൊബൈലിൻ്റെ വെളിച്ചത്തിൽ അങ്ങനെ മനസ്സിലാക്കാനും പറ്റത്തില്ല. നമ്മുടെ കൂടത്തിൽ ജീപ്പിൻ്റെ ഡ്രൈവറണ്ണൻ ഉണ്ടായിരുന്നു, പുള്ളിയുടെ കയ്യിൽ ബ്രൈറ്റ് ടോർച്ചും ഉണ്ടായിരുന്നു. അതിങ്ങനെ ടോർച്ച് അടിച്ച് കാണിച്ചപ്പോൾ കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. നമ്മുടെ പുറകെ ഉണ്ടായിരുന്നവരാണ് അതിലങ്ങ് നേരെ അങ്ങ് പോകാൻ തുടങ്ങി. വെളിച്ചം വീണപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ഭീകരത മനസ്സിലായത്. ഇരുട്ടിലാണ് വരുന്നെങ്കിൽ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കണേ. അങ്ങനെ കട്ട വെയിറ്റിങ്ങിന് ശേഷം സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട്. അങ്ങനെ ബേ ഓഫ് ബംഗാളിൽ നിന്ന് സൂര്യൻ ഉദിച്ചു വരുന്നത് മൂന്നാറിൽ കൊളുക്കുമലയിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് സൂര്യൻ ഉദിച്ചു വരുന്ന ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ ഇടയ്ക്ക് തമിഴ്നാട്ടിൽ വലിയ പർവ്വതങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെ എല്ലാവരും സൂര്യോദയം കാണുന്നു. താഴെ തമിഴ്നാട്ടിലെ മലനിരകളൊക്കെ പതുക്കെ കണ്ടു തുടങ്ങി. സൂര്യൻ അതിവേഗത്തിൽ ഉദിച്ചു വന്നുകൊണ്ടിരിക്കുക. നമ്മളിവിടെ നിൽക്കുന്നതിൻ്റെ തൊട്ട് താഴെയാണ് പുലിപ്പാറ. ഇവിടുന്ന് 50 മീറ്റർ പോലും നടക്കാനില്ല. നമുക്കിനി അത് കണ്ടിട്ട് വരാം. ഇവിടെ കുറച്ച് ആൾക്കൂട്ടമുണ്ട്. എപ്പോഴും തിരക്ക് വരുന്ന ഒരു സ്ഥലമാട്ടോ ഇത്. ഇവിടെ അധികം ആൾക്കാർക്ക് ഒന്നിച്ച് നിൽക്കാനുള്ളൊരു സ്പേസും ഇല്ല. പക്ഷേ ഇച്ചിരി ടൈം എടുത്തിട്ടാണെങ്കിൽ ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാട്ടോ. നമ്മുടെ മാത്തൻ ഇവിടെ ഇരുന്ന് സൂര്യോദയം ആസ്വദിക്കുക കേട്ടോ. സൂര്യോദയം ആസ്വദിക്കുകയാണെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഇവിടെ അത്യാവശ്യം ബഹളവും പാട്ടും എല്ലാം ഉണ്ട്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന പോലെ പല പാട്ടുകളും കേൾക്കേണ്ടി വരും. ഇതൊക്കെ കേട്ടോണ്ട് സൂര്യോദയം ആസ്വദിക്കാൻ പറ്റുമെങ്കിൽ ഓക്കെ കേട്ടോ. നമ്മുടെ മുമ്പിൽ ഈ നീണ്ടു നിവർന്ന് കിടക്കുന്നതാണ് കൊളുക്കുമല. കൊളുക്കുമല മൂന്നാറിൽ അല്ലെങ്കിൽ സൂര്യനെല്ലിയിലാണെന്നൊക്കെ പറയുമെങ്കിലും ഇത് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തേനി ഡിസ്ട്രിക്റ്റിലാണ്. പക്ഷേ കേരളത്തിൽ നിന്ന് കൊളുക്കുമലയിലോട്ട് എൻട്രി ഉള്ളൂ. നമ്മൾ ഈ നടന്നു പോകുന്ന ഭാഗമേ തമിഴ്നാടുള്ളൂ, അതായത് മലയുടെ ആ പീക്ക്. അതിൻ്റെ തൊട്ടപ്പുറം ലെഫ്റ്റ് സൈഡ് കേരളമാണ്. ഈ താഴെ ലെഫ്റ്റ് സൈഡിൽ കൂടെ കാണുന്ന വഴിയിൽ കൂടിയാണ് നമ്മൾ സൂര്യനെല്ലിയിൽ നിന്നും കൊളുക്കുമല ടീ എസ്റ്റേറ്റിലൂടെ ഈ കൊളുക്കുമലയിലേക്ക് വന്നത്. കൊളുക്കുമല ടീ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ടീ എസ്റ്റേറ്റ് ആണെന്ന് അറിയാലോ. നമ്മൾ ഈ വന്ന വഴിയിൽ കൂടെ 500 മീറ്ററോടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈ മുമ്പിൽ കാണുന്ന ബോസ് പീക്കിലേക്ക് എൻട്രി ഉള്ള സ്ഥലത്തെത്തും. ബോസ് പീക്കിലേക്ക് ഹൈക്ക് ചെയ്ത് പോകണമെങ്കിൽ 200 രൂപ എൻട്രി ഫീസ് ഉണ്ട്. കാരണം ബോസ് പീക്കിലേക്കുള്ള എൻട്രി തമിഴ്നാട്ടിൽ നിന്നാണ്. പിന്നെ ബോസ് പീക്കിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് മീശപ്പുലിമലയുണ്ട്. അങ്ങോട്ടേക്ക് ഹൈക്ക് ചെയ്തു പോകാൻ റൂട്ടുണ്ടെങ്കിലും ഹൈക്കിങ് നിരോധിച്ചിരിക്കുക. ഈ കാണുന്ന കൊളുക്കുമല ടീ എസ്റ്റേറ്റിൽ കൂടിയാണ് നമ്മൾ രാവിലെ ജീപ്പിൽ വന്നത്. ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല ഇരുട്ടായിരുന്നതുകൊണ്ട് ഇത്ര സുന്ദരമായ തേയിലത്തോട്ടങ്ങളായിരുന്നു ഇവിടെ നിന്നൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു. ഇനി തിരിച്ചു പോകുമ്പോൾ വേണം തേയിലത്തോട്ടത്തിലൊക്കെ ഒന്ന് ഇറങ്ങാൻ. ഇവിടെ വന്നതിലൊരു 80% ആൾക്കാരും പുലിപ്പാറ കാണാതെയാണ് പോയത്.
ഡ്രൈവറെണ്ണം പറഞ്ഞില്ലായിരുന്നേ ഞങ്ങളും അത് കാണാതെ പോയേനെ. പുള്ളി എന്നിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു അത് മിസ്സാക്കിയേക്കല്ല, ഇവിടെ തൊട്ടടുത്താണെന്ന്. ഇപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും താഴെഭാഗത്തായിട്ടാണ് കാണുന്നത് പുലിപ്പാറയും, മുകളിലായിട്ട് ഞങ്ങൾ നിൽക്കുന്നുമുണ്ട്. അങ്ങനെ നമ്മൾ കൊളുക്കുമലയോട് വിട പറയുക. യാത്രകളെ ഇഷ്ടപ്പെടുന്നവർ ഒരു പ്രാവശ്യമെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട സ്പോട്ടാണ് കൊളുക്കുമല. അതുപോലെ തന്നെ ബാക്ക് പെയിൻ പോലെ അസുഖങ്ങളുള്ളവരും ആസ്മയുള്ളവരും ഒന്നും വിസിറ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും വളരെ നല്ലത്. അതെന്തുകൊണ്ടാണെന്ന് നമുക്കിപ്പോൾ കാണാം. ഈ കാണുന്ന മനോഹരമായ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള റോഡിലൂടെ സൂര്യനെല്ലിയിൽ നിന്നും ഏകദേശം 8 കിലോമീറ്ററേ ദൂരമുള്ളൂവെങ്കിലും കൊളുക്കുമല വരെ എത്താനുള്ള സമയം ഏകദേശം 40 മിനിറ്റാണ്. അത് നല്ല കട്ട ഓഫ് റോഡ് എന്നൊക്കെ പറയത്തില്ലേ, അതാണ്. കൊളുക്കുമലയ്ക്ക് വരുമ്പോൾ ബോണസ് ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് ഓഫ് റോഡ് യാത്രയും മനോഹരമായ ഈ തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചയും. 2170 മീറ്റർ എബോവ് സീ ലെവലിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടീ എസ്റ്റേറ്റ് ആയ കൊളുക്കുമല ടീ എസ്റ്റേറ്റ്. നമ്മുടെ ജീപ്പിൽ ഞാനും മാത്തനും കൂടാതെ വേറെ 2 പേരൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ജീപ്പിൽ മൊത്തത്തിൽ ചാർജ് വരുന്ന 2500 രൂപയാണ്. മാക്സിമം 5 പേർക്ക് യാത്ര ചെയ്യാം. ഇത് വേണമെങ്കിൽ 5 പേർക്ക് ഷെയർ ചെയ്ത് പോകാം, അല്ലെങ്കിൽ ഒരാൾ സ്വന്തമായിട്ട് ജീപ്പ് എടുത്ത് വേണേൽ പോകാം. ഈ ജീപ്പ് നമുക്ക് തലേന്നൊക്കെ വരുവാണെങ്കിൽ ഹോട്ടലുകാർ അറേഞ്ച് ചെയ്ത് തരും, അല്ലെങ്കിൽ കൊളുക്കുമല പോകുന്ന എൻട്രൻസിൻ്റെ അവിടെ ജീപ്പുകൾ കിടക്കുന്നുണ്ടായിരിക്കും. നമുക്ക് അവിടുന്ന് തലേന്ന് തന്നെ വേണേൽ പറഞ്ഞു വെക്കാം, എന്നിട്ട് ഹോട്ടലിൽ വന്ന് അവർ കൊണ്ടുപോയിക്കോളും. ഞങ്ങൾ അങ്ങനെയായിരുന്നു ചെയ്തത്. അതുമല്ലെങ്കിൽ നമ്മൾ രാവിലെ എൻട്രൻസ് ഗേറ്റിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി അവിടെ ഇട്ടിട്ട് നമുക്ക് ഏതെങ്കിലുമൊക്കെ ജീപ്പിൽ കയറി ഷെയർ ചെയ്ത് പോവുകയും ചെയ്യാം. അങ്ങനെ വലിയ ലക്ഷ്യമൊന്നുമില്ലാതെ മൂന്നാറിന് വന്നെങ്കിലും കുറേ നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഇനി തിരിച്ചു പോവുക. സാധാരണ മൂന്നാറിന് വരുന്നതും പോകുന്നതും ഒക്കെ അടിമാലി റൂട്ടിൽ കൂടെയാണല്ലോ. പക്ഷേ ഇപ്രാവശ്യം തിരിച്ചു പോകുമ്പോൾ പുതിയൊരു റൂട്ട് പരീക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു. പൂപ്പാറ, രാജാക്കാട്, വെള്ളത്തൂവൽ, കഞ്ഞിക്കുഴി വഴി തൊടുപുഴ വന്ന് ചാടുന്ന ഒരു റൂട്ട്. അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല കേട്ടോ, ഒരു നല്ല ഡ്രൈവ് അത്രേ ഉള്ളൂ. താങ്ക്